കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാം തീരുമാനിക്കേണ്ടതെന്ന് എം കെ രാഘവൻ അടക്കം പറയുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ ഒട്ടുമേ അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് കെ സുധാകരനും എം കെ രാഘവനും അടൂർ പ്രകാശും അടക്കമുള്ള എം പിമാർ. തങ്ങൾക്ക് മത്സരിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇന്നലെ ദില്ലിയിലെത്തിയ കെ സുധാകരൻ ഇതുവരെ മാധ്യമങ്ങളോട് മനസ്സ് തുറന്നിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. താൻ മത്സരിക്കണം എന്നുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കർശനമായ നിലപാട് ഇപ്പോൾ കെ സുധാകരൻ സ്വീകരിക്കുന്നു. അതിന് കാരണവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ താൻ പൂർണ്ണമായും ഒതുക്കപ്പെടും എന്ന് വ്യക്തമായ ബോധ്യമുള്ള കെ സുധാകരൻ അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷേ തൻ്റെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം അതിരൂക്ഷമായി തുടരുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി വോട്ട് അഭ്യർത്ഥനയടക്കം തുടങ്ങി. ഇന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം നടക്കുന്ന സാഹചര്യത്തിലും 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് കോൺഗ്രസിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരാണ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് നിങ്ങളുടെ അംഗീകാരം നൽകണം എന്നുള്ള ആവശ്യവുമായി ജനങ്ങളെ കാണാൻ പോകുന്നത്. സ്വയം ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ, ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ തങ്ങളുടെ അധികാരമോഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇപ്പോൾ എം കെ രാഘവൻ വന്ന് മാധ്യമങ്ങളോട് വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. താൻ ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കും, എല്ലാവരും ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കും എന്നുള്ളതാണ്. പക്ഷേ ആരും ഹൈക്കമാൻഡിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് ആയാലും മറ്റ് സംവിധാനങ്ങളായാലും അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ മാറുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എം കെ രാഘവൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കെ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന് ആവർത്തിച്ച് തന്നെ എം കെ രാഘവൻ പറയുന്നു. ഇപ്പോൾ വിഷ്ണു തലവൂര് ചേരുകയാണ്. വിഷ്ണു, 2 ദിവസത്തെ മൗനത്തിന് ശേഷം എം കെ രാഘവൻ ഇന്ന് മൗനം വെടിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതേസമയം കെ സുധാകരൻ ഇപ്പോഴും മൗനത്തിന്റെ വാത്മീകത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, എന്തായാലും വലിയ തരത്തിലുള്ള അതൃപ്തി തന്നെയാണ് കെ സുധാകരൻ അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എന്നിവർക്കുള്ളത്. പ്രത്യേകിച്ച് ഇത്തവണ സീറ്റ് നിഷേധത്തിലാണ് എം കെ രാഘവന് വലിയ അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. അല്പം മുന്നെയാണ് ഇത്തരത്തിൽ എം കെ രാഘവൻ ഇവിടെ ദില്ലിയിൽ കെ സുധാകരൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുകയും കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. എന്തായാലും കെ സുധാകരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം കെ രാഘവൻ ഇപ്പോൾ മാധ്യമങ്ങളുമായി പ്രതികരിച്ചിരുന്നു. അതിൽ എം കെ രാഘവൻ പ്രധാനമായി പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അതൃപ്തി വാക്കുകളിൽ നമുക്ക് വ്യക്തമായി വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിന്നബിലിറ്റി എന്നൊരു ഫാക്ടർ മാത്രം, ആ ഒരു മാനദണ്ഡം മാത്രമാണ് നോക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ കൃത്യമായി പറഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു മാനദണ്ഡം വെക്കരുത് എന്നതാണ് എം കെ രാഘവൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. കാരണം കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അതിൽ ജയസാധ്യതയുള്ള ആളുകളെ മാത്രം നിർത്തുക, ആ ജയസാധ്യതയ്ക്ക് എം പിമാർ മത്സരിക്കരുത്, അത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് എം കെ രാഘവൻ ഇപ്പോഴും കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ എം കെ രാഘവൻ തന്നെ പറയുന്നത് ഈ വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊരു പോലും എം കെ രാഘവനോട് ചോദിച്ചൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നതാണ്. അവിടെ നിന്നാണ് എം കെ രാഘവനും സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വിന്നബിലിറ്റി എന്ന് പറയുന്ന മാനദണ്ഡം ചില നേതാക്കൾ പാടെ അട്ടിമറിച്ചു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല മാനദണ്ഡങ്ങളും അട്ടിമറിക്കുകയും എം പിമാർ മത്സരിക്കുന്നത്, അതുപോലെ വിജയസാധ്യതയുള്ള എം പിമാരാണെങ്കിൽ
എങ്കിൽ പോലും അവരും മത്സരിക്കരുത് എന്നതടക്കം ചില ആളുകളുടെ തീരുമാനമാണ് ഇതൊക്കെ എന്ന് തന്നെയാണ് കൃത്യമായി MK രാഘവൻ തൻ്റെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോഴുള്ളത് കെ സുധാകരൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ തന്നെയാണ്. കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നേരിട്ട് ഇങ്ങോട്ടേക്കെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അതോടൊപ്പം ഇന്നലെ രാത്രിയോടുകൂടി KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നും അനുനയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കെ സുധാകരൻ കടുത്ത അതിർത്തിയിൽ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ സുധാകരൻ തുറന്നു പറയും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ന് അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ 11 മണിക്കോ അല്ലെങ്കിൽ 12 മണിയോടുകൂടിയോ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ സുധാകരൻ അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സുധാകരനെ ഏത് വിധേനയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മറുവശത്ത് നടക്കുന്നത്. ഷമി, വിഷ്ണു, കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കെ സുധാകരനെ ആ രീതിയിൽ പരിഗണിക്കാൻ സംസ്ഥാന നേതൃത്വമോ ഹൈക്കമാൻഡോ തയ്യാറാകുന്നില്ല. പഴയ ശൗര്യമൊക്കെ പോയി, പല്ലൊക്കെ കൊഴിഞ്ഞു, അദ്ദേഹം ഇനി വിശ്രമിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും എത്തിച്ചേരുന്നത്. അതിനെ മറികടന്നുകൊണ്ട് ഏത് രീതിയിൽ ഒരു സീറ്റ് കരസ്ഥമാക്കാൻ കെ സുധാകരന് കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഷമി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം കെ സുധാകരൻ ഇത്രത്തോളം വലിയ കലാപം കൊടി ഉയർത്തിയിട്ടും കെ സുധാകരന് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. MPമാർ ആരും തന്നെ മത്സരിക്കേണ്ട, ആർക്കും ഇളവ് നൽകേണ്ട എന്നൊരു നിലപാടിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂരും കോന്നി സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും സുധാകരൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് നൽകുന്നതിൽ ഇപ്പോഴും വലിയ ആലോചനകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ സുധാകരന് സീറ്റ് നൽകാതെ ഇരിക്കുകയും സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലാണ് സുധാകരൻ അടുത്ത എന്ത് നീക്കം നടത്തുമെന്നുള്ള കാര്യത്തിലും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന് പറയുന്നത്. ആ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ സുധാകരൻ എന്ത് പറയും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള വലിയ ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് MK രാഘവനും അല്പം മുന്നേ നമ്മളോട് പ്രതികരിച്ചത്. വിഷ്ണു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിച്ചാൽ അത് പിന്നീടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തലവേദനയായി മാറും എന്നൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ VD സതീശൻ അടക്കമുള്ളവർ എടുക്കുന്ന നിലപാട്. അപ്പോൾ സ്വാഭാവികമായും സുധാകരനെ ഇവിടെ അവഗണിച്ച് പോവുക, ഇവിടെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ള ആ ഒരു നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തല ചില കോണുകളിൽ കൂടി സുധാകരൻ മത്സരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സണ്ണി ജോസഫിനെ സംബന്ധിച്ച് അവിടെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുപ്പിലൊക്കെ ഈ സുധാകരൻ്റെ ഒരു സാന്നിധ്യം ഒരു ഭീഷണിയായി മാറും, അല്ലെങ്കിൽ ആ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിനെ പേരാവൂരിൽ സ്വാധീനിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട്. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം സുധാകരന് ഒരു കാരണവശാലും സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ VD സതീശനും KC വേണുഗോപാലുമാണ് ഉറച്ചു നൽകുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് സുധാകരന് ഇത്തവണ ഒരു ഇളവ് കൊടുക്കണം എന്നൊരു നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ ഈ നേതാക്കളിൽ VD സതീശനോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനോ ഇത്തരത്തിൽ സുധാകരനുമായി അനുനയ ചർച്ചകൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് അത്തരത്തിലൊരു ചർച്ചകൾ നടത്താൻ കഴിയുന്നത്.